ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് നല്ല രുചിയുള്ള തക്കാളിച്ചോറ് ഉണ്ടാക്കാം. വെജിറ്റബിൾ ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന്. ഒരു കപ്പ് ബസ്മതി അരി കഴുകി വൃത്തിയാക്കിയ ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. ഇതല്ലെങ്കിൽ ജീരകശാല അരിയോ അതും അല്ലെങ്കിൽ തലേദിവസം ബാക്കി വന്ന സാധാ ചോറുണ്ടെങ്കിലും ഉപയോഗിക്കാം. പാത്രത്തിൽ 1 ടീസ്പൂൺ നെയ്യും 1 ടീസ്പൂൺ എണ്ണയും ചൂടാകുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ജീരകം, ബേ ലീഫ് ചേർക്കണം. സ്പൈസസ് ഒക്കെ ചൂടാകുമ്പോൾ കാഷ്യൂ നട്ട്സും ഉണക്കമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. എല്ലാം മൂത്ത ശേഷം ചെറിയൊരു സവാള അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. ഇതിന്റെ കൂടെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഒരു പച്ചമുളക് കട്ടിയതും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് സവാളയും കളറും മാറാതെ വാടി വരുമ്പോൾ 2 വലിയ തക്കാളി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. നല്ല പഴുത്ത തക്കാളി എടുക്കണം. തക്കാളിയൊക്കെ വഴറ്റിയെടുക്കാം. വഴറ്റുന്നതിന്റെ കൂടെ ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും അതിലും കുറവ് പുതിനയിലയും ചേർക്കണം. തക്കാളി വെന്ത് വരാൻ തുടങ്ങുമ്പോൾ പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നാടൻ മുളക് പൊടി ചേർക്കാം. എല്ലാം മിക്സ് ചെയ്ത് വെന്ത് തക്കാളി മസാല ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി കുതിർത്ത ബസുമതി അരി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യണം. അരി നല്ലപോലെ മിക്സായി ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് കുറവുള്ളത് ചേർക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ 2 മിനിറ്റിന് ശേഷം ചെറിയ തീയിൽ കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും മൂടി വെച്ച് കുക്ക് ചെയ്താൽ മതി. നല്ല ടേസ്റ്റുള്ള തക്കാളിച്ചോറ് റെഡിയാവും.